1993 മാർച്ച് 12 ഉച്ച സമയം മുംബൈയിലെ തെരുവു വീഥികളിലൂടെ ജനം നടക്കുന്നു. അവർ സാധനങ്ങൾ വാങ്ങുന്നു. കച്ചവടക്കാർ സാധനങ്ങൾ വിൽക്കുന്ന തിരക്കിലാണ്. വിലപേശൽ നടക്കുന്നു. അതിസാധാരണമായ ആ ദിവസത്തിനുമേലെ 12 സ്ഫോടന പരമ്പരകൾ നടക്കുന്നു. സാധാരണക്കാരായ മനുഷ്യർ ജീവനും കൊണ്ട് ഓടുന്നു. ബോംബ് സ്ഫോടനത്തിൽ കത്തിക്കരിഞ്ഞ മനുഷ്യാവശിഷ്ടങ്ങളെ വകഞ്ഞുമാറ്റി ജീവനു വേണ്ടി അവർ നിലവിളിക്കുന്നു. അന്നാണ് മുംബൈ തെരുവ് വളർത്തിയ ഒരു കുറ്റവാളിയെക്കുറിച്ച് ലോകം മുഴുവൻ അറിയുന്നത്. ആ ഡോണിൻ്റെ പേരാണ് ദാവൂദ് ഇബ്രാഹിം. ആഗോള കുറ്റവാളികളുടെ പട്ടികയിലെ ഇന്ത്യയുടെ സംഭാവന. മോഷണത്തിൽ തുടങ്ങി ആയുധ കച്ചവടത്തിലെത്തി കോടികൾ സമ്പാദിച്ച ഒരു കൊടും കുറ്റവാളി. 1955 ഡിസംബർ 26 ഇന്ത്യ കണ്ട ഡോണിൻ്റെ യഥാർത്ഥ കഥ ആരംഭിക്കുന്നത്. മഹാരാഷ്ട്രയിലെ ഗേഡിലെ ഒരു കൊങ്കണി മുസ്ലിം കുടുംബത്തിലാണ് ദാവൂദ് ജനിച്ചത്. മുംബൈ പോലീസിലെ ഹെഡ് കോൺസ്റ്റബിൾ ആയിരുന്ന ഇബ്രാഹിം കസ്കർ ആയിരുന്നു അദ്ദേഹത്തിന്റെ പിതാവ്. അച്ഛന് ജോലിയിൽ അനുഭവിക്കേണ്ടി വന്ന ബുദ്ധിമുട്ടുകളും ദാരിദ്ര്യവും കണ്ടും അനുഭവിച്ചുമാണ് കുഞ്ഞു ദാവൂദ് വളർന്നത്. മുംബൈയിലെ ഡോംഗ്രി പ്രദേശത്ത് താമസിച്ചിരുന്ന ആ 15 പേരടങ്ങുന്ന കുടുംബത്തെ പരിപാലിക്കാൻ പിതാവ് വല്ലാതെ കഷ്ടപ്പെട്ടിരുന്നു. കുടുംബത്തിന്റെ ആകെ വരുമാന മാർഗമായിരുന്ന പോലീസ് ജോലിയും നഷ്ടപ്പെട്ടതോടെ ദാരിദ്ര്യം കുടുംബത്തെ മുഴുവനായി വിഴുങ്ങി തുടങ്ങി. അങ്ങനെ പാതി വഴിയിൽ വീട്ടിലെ കുട്ടികളുടെ വിദ്യാഭ്യാസം നിലച്ചു. ഏതൊരു അധോലോക നായകന്മാരുടെയും കഥ പോലെ ആ ദാരിദ്ര്യവും നേരിടേണ്ടി വന്ന അസമത്വവുമാണ് കുഞ്ഞു ദാവൂദിനെ പിന്നെ കുപ്രസിദ്ധനാക്കി മാറ്റിയത്. വയറു വിശക്കാൻ തുടങ്ങിയപ്പോഴാണ് പോക്കറ്റടിയിലേക്ക് ദാവൂദ് കടക്കുന്നത്. പിടിക്കപ്പെടാത്ത മോഷണങ്ങളിൽ അവൻ ലഹരി കണ്ടെത്തി. പണം വന്നു, വിശപ്പടങ്ങി. അതിലെ ശരിയോ തെറ്റോ ഒന്നും ആ കൗമാരക്കാരൻ അറിഞ്ഞു കാണില്ല. അധോലോക നായകന്മാർ ഭരിക്കുന്ന മുംബൈ തെരുവിൽ മറിച്ചു ചിന്തിക്കാൻ ഒരു കുട്ടിക്ക് എങ്ങനെയാണ് സാധിക്കുക? ഭരണകൂടത്തെയും പോലീസുകാരെയും വരച്ച വരയിൽ നിർത്തുന്ന ഗുണ്ടാ തലവന്മാർക്ക് സമൂഹം നൽകുന്ന സ്വീകാര്യതയാണ് ആ കുഞ്ഞിനെ ആകർഷിച്ചത്. മുംബൈ തെരുവിൽ ചെറിയ കവർച്ചയും മോഷണവുമായി അവൻ വളർന്നു. അങ്ങനെ ഒരു ദിവസമാണ് തൻ്റെ സഹോദരനായ ഷബീറിനെതിരെ ഒരു സംഘം ആക്രമിച്ചെന്ന കാര്യം ദാവൂദ് അറിഞ്ഞത്. ഉടനെ അവൻ അവിടെ എത്തിയെങ്കിലും സഹോദരനൊപ്പം അവനും അടിയേറ്റു വാങ്ങേണ്ടി വന്നു. മുംബൈ തെരുവിലെ ഒരു സാധാരണ സംഭവത്തിനപ്പുറത്തേക്ക് ഈ കശപിശ ആരും ശ്രദ്ധിച്ചിരുന്നില്ല. എന്നാൽ അന്നാണ് ദാവൂദ് ആ കാര്യം തിരിച്ചറിഞ്ഞത്. അംഗബലവും ശക്തിയും ഉണ്ടെങ്കിൽ മാത്രമേ വളർച്ച ഉണ്ടാകൂ എന്നായിരുന്നു ആ തിരിച്ചറിവ്. ആ തിരിച്ചറിവാണ് ആ കൗമാരക്കാരനെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഡോണാക്കി മാറ്റാൻ കാരണമായത്. ആര് നേർക്ക് വന്നാലും ചങ്കൂറ്റത്തോടെ അത് നേരിടാനും കൈക്കരുത്തു കാണിക്കാനുമുള്ള മനസ്സായിരുന്നു ആ യാത്രയിൽ അവൻ ആദ്യം ഉണ്ടാക്കിയെടുത്തത്. അതിനുവേണ്ടി പ്രാദേശിക ഗുണ്ടാ സംഘവുമായി അവൻ സൗഹൃദം സ്ഥാപിച്ചു. തല്ലാൻ വരുന്നവനെ തല്ലിയും കൊന്നും അവൻ കൈക്കരുത്തു കാണിച്ചു. അന്നത്തെ മുംബൈ തെരുവിലെ പ്രധാന പ്രാദേശിക ഗുണ്ടാ സംഘത്തിന്റെ തലവനായ ഡോൺ ബാഷു ദാദയോടൊപ്പം ദാവൂദും സഹോദരൻ ഷാബിറും ചേർന്നു. 1976 ദാവൂദ് തന്റെ 7 അടുത്ത സുഹൃത്തുക്കൾക്കും ജ്യേഷ്ഠൻ ഷബീർ ഇബ്രാഹിമിനൊപ്പം ചേർന്ന് ബസുദാദയെ കാണാൻ പോയി. വാക്കുതർക്കത്തിനൊടുവിൽ ഒഴിഞ്ഞ സോഡാ കുപ്പികൾ ഉപയോഗിച്ച് ബസുദാദയെ അവർ ആക്രമിച്ചു. ഇതായിരുന്നു മുംബൈ പിന്നീട് അടക്കിവാണ പുതിയ സംഘത്തിന്റെ ആദ്യത്തെ സംഘടനം. ജ്യേഷ്ഠൻ ഷബീർ ഇബ്രാഹിം കസ്കറുമായി ചേർന്ന് പുതിയൊരു സംഘത്തിന് അവർ രൂപം നൽകി. മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ക്രൈം സിൻഡിക്കേറ്റായ ആ സംഘടനയ്ക്ക് ഇന്ത്യൻ മാധ്യമങ്ങളാണ് ആ പേര് നൽകുന്നത്. ആ പേരാണ് ഡി കമ്പനി. മുംബൈ മാത്രമല്ല, ഇന്ത്യയൊട്ടാകെ ഒരു നടുക്കത്തോടെ മാത്രം കേൾക്കുന്ന പേരാണ് ഡി കമ്പനി. സ്നേഹിച്ചാൽ നക്കിക്കൊല്ലും, വെറുപ്പിച്ചാൽ മുക്കിക്കൊല്ലും എന്ന ചൊല്ലിനോട് ചേർന്ന് നിൽക്കുന്ന തരത്തിലാണ് മുംബൈയിലെ ഗുണ്ടാ സംഘങ്ങളുടെ പെരുമാറ്റ രീതി. കൂടെ നിൽക്കുമ്പോൾ ചങ്ക് പറിച്ചു തരുന്നവർ മാറി നിൽക്കുന്നതോടെ എതിർചേരിയിലാകും. വർഷങ്ങളായി മുംബൈ തെരുവിലെ ഈ അലിഖിത നിയമമാണ് ഡി കമ്പനിയുടെ തുടക്കത്തിൽ തന്നെ ദാവൂദിന് ശത്രുക്കളെ ഉണ്ടാക്കി കൊടുത്തത്. പത്താൻ സംഘവുമായി ഉണ്ടായ തർക്കവും പുതിയ സംഘത്തിന്റെ രൂപീകരണവും പത്താൻ സംഘത്തിന് ദാവൂദിനോടുള്ള അതൃപ്തി ഉണ്ടാവാൻ കാരണമായി. ഡി കമ്പനിയിലൂടെ സ്വയം ഹീറോയായി അവരോധിക്കപ്പെട്ട ദാവൂദിന് ആദ്യമേറ്റടി എന്തിനുമൊപ്പം നിന്ന സഹോദരന്റെ മരണമായിരുന്നു. ബാഷുദാദയുടെ സംഘത്തിലെ പ്രധാനിയായ ഖാലിദ് പെഹൽവാൻ തന്റെ കള്ളക്കടത്ത് പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കാൻ ദാവൂദിനെയും ക്ഷണിച്ചു. അന്നുവരെ മോഷണവും പിടിച്ചുപറിയും കൊലപാതകവും മാത്രമുണ്ടായിരുന്ന സംഘത്തിന് പുതിയ വഴികൾ കാണിച്ചു കൊടുക്കുകയായിരുന്നു അയാൾ. ഖാലിദ് പെഹൽവാന്റെ സഹായത്തോടെ ദാവൂദും ജ്യേഷ്ഠൻ ഷബീറും കള്ളക്കടത്ത് തുടങ്ങിയതോടെ അവരുടെ വളർച്ചയും ആരംഭിച്ചു. വിശപ്പ് മാറാൻ പോക്കറ്റടിച്ചവർ പണമുണ്ടാക്കാൻ കള്ളക്കടത്തിലേക്ക് ചുവടുറപ്പിച്ചു. ബാഷുദാദ, ഹാജി മസ്താൻ എന്നീ ഗുണ്ടാ തലവന്മാർ അധോലോകം വാണകാലത്തായിരുന്നു ഈ 2 ചെറുപ്പക്കാരുടെയും എൻട്രി. തെറ്റിപ്പിരിഞ്ഞ പത്താൻ സംഘത്തിനോടുള്ള ദേഷ്യത്തിന്റെ മുകളിലാണ് ഹാജി മസ്താന്റെ പണം കൊള്ളയടിക്കാൻ ഇബ്രാഹിം സഹോദരങ്ങൾ തീരുമാനിച്ചത്. എന്നാൽ പണം അപഹരിച്ചതിനു ശേഷമാണ് ഹാജി മസ്താന്റെ കയ്യിലുള്ള പണം മെട്രോപൊളിറ്റൻ ബാങ്കിൻ്റെതാണെന്ന് മനസ്സിലായത്. അതോടെ സാമ്പത്തിക ശക്തികൾ ഒന്നായി ഡി കമ്പനിയെ ഉന്മൂലനം ചെയ്യണമെന്ന് തീരുമാനത്തിലെത്തിച്ചേർന്നു.
പത്താൻ സംഘത്തിന്റെ പകയും ഒത്തുചേർന്നപ്പോൾ പദ്ധതി ഒരുങ്ങി. മഞ്ഞ സർവേ എന്ന മുംബൈയിലെ കൊലപാതകയെ ഇതിനായി സംഘം തിരഞ്ഞെടുത്തു. 1981 ഫെബ്രുവരി 12 പ്രഭാദേവിയിലെ പെട്രോൾ പമ്പിൽ വെച്ച് ഷബീറിനെ ഈ സംഘം വെടിവെച്ചു കൊന്നു. സഹോദരന്റെ മരണം ദാവൂദിനെ വല്ലാതെ തളർത്തി. പ്രതികാരാഗ്നി അയാളെ കൊന്നു തുടങ്ങിയിരുന്നു. സഹോദരനെ കൊന്ന മഞ്ഞ സർവേയുടെ കൂട്ടാളികളെ തിരഞ്ഞുപിടിച്ച് ദാവൂദ് വകവരുത്തി. തനിക്ക് ചുറ്റുമുള്ളവരെ ലക്ഷ്യമിട്ട് ദാവൂദ് നടത്തുന്ന കൊലവെറിയെക്കുറിച്ച് മഞ്ഞ സർവേക്കും വിവരം ലഭിച്ചു. ഷബീർ കൊല്ലപ്പെട്ട് 1 വർഷത്തിനുള്ളിൽ തന്നെ പോലീസ് ഏറ്റുമുട്ടലിൽ മഞ്ഞ സർവേയും കൊല്ലപ്പെട്ടു എന്നായിരുന്നു പിന്നീട് വന്ന വാർത്തകൾ. മുംബൈയിൽ നടന്ന ആദ്യത്തെ ഏറ്റുമുട്ടൽ കൊലപാതകമാണിതെന്നുമായിരുന്നു പോലീസ് റെക്കോർഡിൽ ഈ മരണം രേഖപ്പെടുത്തിയത്. മഞ്ഞ സർവേയുടെ മരണത്തോടെ പത്താൻ സംഘം പൂർണ്ണമായും ഇല്ലാതായി. അപ്പോഴേക്കും മുംബൈയുടെ ഡോണായി ആ ചെറുപ്പക്കാരൻ മാറിയിരുന്നു. ചോട്ടാ ഷക്കീൽ, ടൈഗർ മേമൻ, യാക്കൂബ് മേമൻ, അബൂ സലീം, ഫസലുർ റഹ്മാൻ എന്നീ ക്രിമിനൽസും ഉൾപ്പെട്ടതായിരുന്നു ഡി കമ്പനി. മുംബൈ പോലീസിനെ കോമാളിയാക്കി അവരുടെ മൂക്കിന്റെ തുമ്പിലൂടെ എല്ലാത്തരം കുറ്റകൃത്യങ്ങളും നടത്തി ഡി കമ്പനി വീണ്ടും വളർന്നു. മറ്റു അധോലോക നായകന്മാരെ കശക്കിയെറിഞ്ഞ് അവരുടെ സാമ്രാജ്യവും കൂട്ടിച്ചേർത്ത് ദാവൂദ് മുംബൈയിലെ കിരീടം വെക്കാത്ത രാജാവായി മാറി. 1986 ആയപ്പോഴേക്കും ഡി കമ്പനി മുംബൈയിലെ പ്രധാന സംഘമായി ഉയർന്നു കഴിഞ്ഞിരുന്നു. മോഷണത്തിൽ നിന്നും ആരംഭിച്ച ദാവൂദിന്റെ യാത്ര കൊലപാതകവും താണ്ടി മയക്കുമരുന്ന് കച്ചവടത്തിലെത്തി. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും മയക്കുമരുന്ന് മുംബൈയിൽ നിന്നും ഒഴുകിക്കൊണ്ടിരുന്നു. അതിന് ദാവൂദ് നേതൃത്വം നൽകി. പിന്നീട് സാമ്പത്തിക മേഖലയുടെ അനിവാര്യമായ സ്വർണ്ണക്കടത്തിലേക്ക് ഡി കമ്പനി എത്തി. 1980കളുടെ അവസാനമായപ്പോഴേക്കും ഇന്ത്യയിലെത്തുന്ന സ്വർണത്തിന്റെ 25% അനധികൃതമായി രാജ്യത്തിലേക്ക് എത്തിച്ചത് ഡി കമ്പനിയായിരുന്നു. ലോകരാജ്യങ്ങൾക്കിടയിലുള്ള രാഷ്ട്രീയ സാഹചര്യവും വിവിധ ഭീകര സംഘടനകളുടെ ഉദയവും ഡി കമ്പനിക്ക് ലാഭമുണ്ടാക്കാനുള്ള വഴികൾ വെട്ടിക്കൊടുത്തു. പിന്നീട് ആയുധ കച്ചവടത്തിലേക്കും ഭീകര പ്രവർത്തനങ്ങളിലേക്കും അവരെത്തി. കള്ളപ്പണവും നികുതി വെട്ടിപ്പും നടത്തി ഡി കമ്പനി മുംബൈയിൽ മാത്രമല്ല ഇന്ത്യയൊട്ടാകെ വളർന്നു പന്തലിച്ചു. അന്താരാഷ്ട്ര ബന്ധങ്ങളും സാമ്പത്തിക ശക്തിയും ദാവൂദിനെ ഇന്ത്യയുടെ നിയമസംഹിതകളിൽ നിന്ന് സംരക്ഷിച്ചു പോന്നു. മുംബൈ ദാവൂദിന് എല്ലാം നൽകി. എന്നാൽ 1986 കാലഘട്ടമായപ്പോഴേക്കും ദാവൂദ് ഇബ്രാഹിമിനെ ദാവൂദാക്കി മാറ്റിയ മുംബൈയിൽ നിന്നും അയാൾക്ക് വിട പറയേണ്ടി വന്നു. ദാവൂദ് സംഘത്തിലെ സമദ് ഖാന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടായിരുന്നു ദാവൂദ് ഇന്ത്യ വിട്ടത്. ഇന്ത്യയിൽ നിന്നും ദുബായിലേക്കാണ് അയാൾ വിമാനം കയറിയത്. പിന്നീട് കടലിനക്കരെ മണലാരണ്യങ്ങളിൽ വെച്ചായിരുന്നു ദാവൂദ് മുംബൈയെ നിയന്ത്രിച്ചത്. സാമ്പത്തിക അഭിവൃദ്ധി നേടാൻ ദുബായിയുടെ മണ്ണ് സഹായിക്കുമെന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് ചോട്ടെ രാജിന്റെ സഹായത്തോടെ അവിടെ ആയുധ കച്ചവടത്തിന് ദാവൂദ് തുടക്കമിടുന്നത്. ഇന്ത്യയിലെ കുപ്രസിദ്ധനായ കുറ്റവാളി പിന്നീട് ആഗോളതലത്തിൽ ശ്രദ്ധ നേടുന്നതും ഇങ്ങനെയാണ്. 1993 മാർച്ച് 12 മുംബൈയിൽ നടന്ന സ്ഫോടന പരമ്പരയാണ് ദാവൂദ് ഇബ്രാഹിം എന്ന പേരിനെ വീണ്ടും ഓർമ്മപ്പെടുത്തിയത്. ഒരു ദിവസം തന്നെ മുംബൈയിലെ വിവിധ ഇടങ്ങളിലായി നടന്ന സ്ഫോടന പരമ്പരയുടെ സൂത്രധാരനായിരുന്നു ദാവൂദ്. 257 പേരുടെ മരണത്തിന് കാരണമായ ഈ സ്ഫോടന പരമ്പരയിൽ 1400-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്റർനാഷണൽ ഓർഗനൈസ്ഡ് ക്രൈം സിൻഡിക്കേറ്റ് ഡി കമ്പനിയുടെ നേതാവ് ദാവൂദ് ഇബ്രാഹിമാണ് ഇതിനു പിന്നിലെന്ന് പിന്നീട് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തി. ബാബറി മസ്ജിദ് തകർത്തതിനു പിന്നാലെയായിരുന്നു ഈ സ്ഫോടനങ്ങൾ നടന്നത്. ആശയപരമായി ഭീകരവാദത്തെ ഉൾക്കൊള്ളുന്നവനാണോ ദാവൂദ് എന്നത് ഇപ്പോഴും ആർക്കും അറിയില്ല. അതേസമയം ഭീകരവാദ പ്രവർത്തനത്തിന് പിന്നിലെത്തുന്ന സാമ്പത്തിക കുത്തൊഴുക്കാണ് അയാളെ ഇതിനു പ്രേരിപ്പിച്ചതെന്ന് വ്യക്തമാണ്. ഇതിനായി $5 മില്യൺ ദാവൂദ് ദുബായിൽ നിക്ഷേപിച്ചിട്ടുണ്ടെന്നാണ് അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തൽ. 20 വർഷം പിന്നിടുമ്പോഴും മറ്റു പ്രതികളെ ശിക്ഷിച്ചപ്പോഴും ദാവൂദ് ഇന്ത്യൻ ശിക്ഷാ നിയമങ്ങളിൽ നിന്ന് അദൃശ്യനായാണ് കഴിയുന്നത്. വർഷങ്ങളോളം UAEയിലും പാകിസ്ഥാനിലുമാണ് ദാവൂദ് കഴിഞ്ഞെന്ന് ഇന്ത്യ പറയുന്നു. പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാന്റെയും അതിർത്തി പ്രദേശത്തേക്ക് അദ്ദേഹം പിന്നീട് താമസം മാറിയെന്നും ഇന്ത്യ കണ്ടെത്തി. 2015 പാകിസ്ഥാനിലെ കറാച്ചിയിലാണ് ദാവൂദ് കഴിയുന്നതെന്ന് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തത്. ഇന്ത്യയിലെ പിടികിട്ടാപ്പുള്ളിക്ക് സൗകര്യമൊരുക്കുന്നത് ശരിയല്ലെന്ന് ഇന്ത്യ പലപ്പോഴും പാകിസ്ഥാനോട് താക്കീത് ചെയ്തു. അയാളെ ഇന്ത്യക്ക് വിട്ടു നൽകണമെന്ന് രാജ്യം ആവശ്യപ്പെട്ടെങ്കിലും പാകിസ്ഥാൻ അത് സമ്മതിക്കാൻ തയ്യാറായില്ല. ദാവൂദ് അവിടെ ഇല്ലെന്നായിരുന്നു പാകിസ്ഥാന്റെ മറുപടി. ഭീകര സംഘടനയായ അൽ ഖ്വയ്ദയുമായി ദാവൂദിന് ബന്ധമുണ്ടെന്ന് ഉറപ്പിച്ചതോടെയാണ് അയാളെ അന്താരാഷ്ട്ര കുറ്റവാളിയായി പ്രഖ്യാപിക്കാൻ അമേരിക്ക നിർബന്ധിക്കപ്പെട്ടത്. വർഷങ്ങൾ വീണ്ടും കടന്നുപോയി. കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് പിടികിട്ടാപ്പുള്ളിയായ ദാവൂദ് ഇബ്രാഹിമിനെ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് പാകിസ്ഥാനിലെ കറാച്ചിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി വാർത്തകൾ വന്നത്. പിന്നെയും ദാവൂദ് നമ്മുടെ ചർച്ചകളിലേക്ക് എത്തി. ഇന്ത്യയിലെ കൊടും കുറ്റവാളി, ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ വില്ലൻ മുഖം നൽകിയ ദാവൂദ് ഇബ്രാഹിം യഥാർത്ഥത്തിൽ എവിടെയായിരിക്കും? 70കളിലേക്ക് എത്തുന്ന ആ ശരീരം കണ്ടവർ ആരാണുള്ളത്? ഇന്ത്യൻ നിയമവ്യവസ്ഥയെ കബളിപ്പിച്ച് നാടുകടന്ന് കോടികൾ സമ്പാദിച്ച ആ കൊടും കുറ്റവാളിയെ വളർത്തിയതിൽ
ഇന്ത്യയിലെ രാഷ്ട്രീയക്കാർക്കും പോലീസുകാർക്കുമുള്ള പങ്ക് തള്ളിക്കളയാനാകുമോ? അധികാരവും പണവും മാത്രം ലക്ഷ്യമിടുന്ന ഒരു സമൂഹത്തിൽ ഇത്തരം കൊടും കുറ്റവാളികൾ വളരെ സ്വാഭാവികം. മോഷ്ടിച്ച പൈസയുമായി എത്തിയ ആ കൊച്ചുകുഞ്ഞിന് ചെയ്ത തെറ്റ് മനസ്സിലാക്കി കൊടുക്കാനോ ഉപദേശിക്കാനോ കൂട്ടാക്കാത്ത ആ തെരുവ് അവന് വേണ്ട പ്രോത്സാഹനം നൽകി വളർത്തി. അങ്ങനെയാണ് ലോകം കണ്ട കുറ്റവാളിയിലേക്ക് അവൻ വളർന്നു വന്നത്.